ഇപ്പോൾ BJP പാലക്കാട് നഗരസഭാ കൗൺസിലർ കൂടിയായിട്ടുള്ള ലക്ഷ്മൺ ഉൾപ്പെടെയുള്ളവർ ചേരുന്നുണ്ട്. മുതിർന്ന ആൾക്കാർ എന്ത് പറയണോ അത് തന്നെയാണ് എൻ്റെ തീരുമാനം. ഇതിൽ പാർട്ടി നയിച്ച സീനിയേഴ്സായിട്ട് പാർലമെൻ്ററി രംഗത്തും ഓർഗനൈസ് സെക്ടറിലൊക്കെ ധാരാളം ആൾക്കാരുണ്ട്. അവർ പറയും. ഇതിൽ കൂടുതൽ എനിക്കൊന്ന് ശിവനെ തെരഞ്ഞെടുത്ത് നമ്മൾ പറയണത് നമ്മുടെ മുതിർന്ന നേതാക്കന്മാരെ അതിനോടുള്ള വെയിറ്റുകൾ തരും. ഇത് ഞാൻ സാധാരണ പ്രവർത്തനമാണ്, എന്നോട് ഇതിൽ കൂടുതൽ നിർബന്ധിക്കണം. അത് പല രൂപത്തിൽ പല സംഘടനാ സംവിധാനമാകുമ്പോൾ നമ്മൾ സംഘടന BJP തന്നെയാണ്. BJP വിട്ടിട്ട് ഏതൊരു പാർട്ടിക്കും പോകാൻ തയ്യാറല്ല. മുതിർന്ന നേതാക്കൾ ബാക്കി കാര്യങ്ങൾ മുതിർന്ന നേതാക്കൾ പറയും. ഏതായാലും ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുത്ത നഗരസഭാ കൗൺസിലറായിട്ടുള്ള ലക്ഷ്മൺ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ പ്രതികരണം നടത്തിയത്. ഇപ്പോൾ BJP സംസ്ഥാന ട്രഷററും അതുപോലെ തന്നെ നഗരസഭാ വൈസ് ചെയർപേഴ്സണുമായിട്ടുള്ള അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. യോഗം കഴിഞ്ഞിരിക്കുന്നു. ഈ അതായത് ജില്ലാധ്യക്ഷനെ തിരഞ്ഞെടുത്ത തീരുമാനം ഞാൻ ഒന്നും പറയാൻ തയ്യാറല്ല. മാധ്യമങ്ങൾ മുമ്പാകെ നിങ്ങൾ എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് പറയുന്നു. ഞാൻ ഒന്നും പറയാൻ തയ്യാറല്ല. ഞാനിപ്പോൾ ഒന്നും നിങ്ങളുടെ എല്ലാ ബഹുമാനവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ സ്നേഹപൂർവ്വം പറയാണ്, ഞാൻ ഒന്നും പറയാൻ തയ്യാറല്ല. ഞാൻ ഒന്നും പറയാൻ തയ്യാറല്ല. ഇല്ല പോരെ. BJP ജില്ലാധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പുമായി ഞാൻ ഒരു മിനിറ്റ് ഇപ്പോൾ ഞാൻ ഒന്നും പ്രതികരിക്കാൻ ഞാൻ തയ്യാറല്ല. വളരെ വ്യക്തമാണ്. ഇനിയും നിങ്ങൾ ഈ മൈക്ക് എൻ്റെ മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ NN കൃഷ്ണദാസ് പറഞ്ഞ പോലെ ഞാൻ പറയേണ്ടി വരും. ഞാൻ NN കൃഷ്ണദാസ് അല്ല, ഞാൻ E. കൃഷ്ണദാസാണ്. ദയവായിട്ട് ആ സാഹചര്യത്തിലേക്ക് എന്നെ തള്ളിവിടരുത്. അതായത് ഇതിന് ശേഷം ഇപ്പോൾ അതായത് ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള BJP സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള സ്മിതേഷ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പ്രതികരണം നടത്തുന്നില്ല എന്നാണോ? നിലവിൽ പ്രതികരിക്കുന്നില്ല. ജില്ലാ അധ്യക്ഷന്റെ തെരഞ്ഞെടുത്തതിൽ ഒരു അതൃപ്തി ഉണ്ട് എന്നുള്ള കണക്കാക്കണോ ഈ യോഗത്തിന് ശേഷം? അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല, ഞങ്ങൾ പറയാം. അതിനകത്ത് കാര്യങ്ങൾ അറിയാലോ. 6ഓളം കൗൺസിലർമാർ രാജിവെച്ച ഇപ്പോൾ നഗരസഭയ്ക്ക് ഭരണം തന്നെ BJPക്ക് നഷ്ടപ്പെട്ടു. അല്ല, ഞങ്ങൾക്ക് പാർട്ടി പറയാൻ വേദിയുണ്ട്. പാർട്ടിയിൽ പറയാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ പാർട്ടി പറയും. ആ വേദിയിൽ നമ്മൾ മാധ്യമങ്ങളോട് പറയും. അതിനുശേഷം മാധ്യമങ്ങളോട് കൃത്യമായിട്ട് പറയും. നിലവിൽ ഇപ്പോൾ ഇത്രയും പ്രവർത്തകർ എത്താൻ കാരണം ഇതിലൊരു അതൃപ്തി ഉള്ളതുകൊണ്ടാണ്. പ്രവർത്തകർ ഇതെല്ലാം നേതാക്കന്മാർ മാത്രമാണ്, പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ മാത്രം കൂടുതൽ. ഇതിനകത്ത് എല്ലാവരും പാർട്ടി മുൻ ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളൊക്കെയാണ്. ഇതിനകത്ത് പ്രവർത്തകരാവില്ല. വേണ്ടി വന്നാൽ പ്രവർത്തകരും കൂടെ ഇതിനൊപ്പം. ജില്ലാ അധ്യക്ഷനെ തെരഞ്ഞെടുത്ത് ചട്ടവിരുദ്ധമാണ് എന്നുള്ള അല്ല, അതിനെക്കുറിച്ച് തന്നെ പാർട്ടി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പാർട്ടിക്കകത്ത് സംസാരിക്കാനുണ്ട്. അതിനുള്ള വേദിയുണ്ട്. ആ വേദി ഇല്ലാതെ പോകുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളോട് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു എന്നാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം പറയുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയിൽ പറയാനുള്ള സമയമാണ് ഇപ്പോൾ. പാർട്ടിക്കകത്ത് പറയുന്ന സമയം. സ്മൃതി, ഏതായാലും നിലവിൽ ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം നടത്താൻ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ BJP സംസ്ഥാന ട്രഷറർ ഉൾപ്പെടെയുള്ള ആളുകൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ N. ശിവരാജൻ ദേശീയ കൗൺസിൽ അംഗം അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു. ചില കൈകളിൽ മാത്രമാണ് ഈ പാർട്ടി എന്നുള്ള ഒരു തോന്നൽ. പ്രശാന്ത് ശിവൻ അംഗീകരിക്കില്ല. വേണ്ട ചോദ്യം ചോദിക്കാൻ. യോഗത്തിന് ശേഷം N. ശിവരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ മടങ്ങുകയാണ്. സ്മൃതി, അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരിക്കൽ കൂടി തേടാവുന്നതാണ്. ശിവരാജേട്ടാ, അതായത് നിലവിൽ ഈ യോഗവുമായി ബന്ധപ്പെട്ട് ഈ ജില്ലാ അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിൽ ഒരു അതൃപ്തി ഉണ്ട് അല്ലേ? ഒരു അതൃപ്തി ഉണ്ട് അല്ലേ? അങ്ങനെ അതൃപ്തി ഉണ്ട് എന്നാണോ ഈ യോഗത്തിലൂടെ മനസ്സിലാവുന്നത്? പക്ഷേ ഞങ്ങൾക്കൊരു ജില്ലാ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, അത് സംസാരിച്ചാണ്. അത് ഞങ്ങൾ പിന്നീട് അറിയിക്കും. സ്മൃതി, അതായത് ഒരു കാര്യം സ്ഥിരീകരിക്കുന്നു അല്ലേ, ജില്ലാ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് യോഗം ചേർന്നത് എന്ന കാര്യം നഗരസഭാ അധ്യക്ഷ സ്ഥിരീകരിക്കുന്നു അല്ലേ ഇക്ബാൽ? തീർച്ചയായും സ്മൃതി, അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കൃത്യമായി തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് പാലക്കാട് യാക്കരയിൽ യോഗം ചേർന്നതെന്നാണ് ഇപ്പോൾ നേതാക്കൾ ഓരോരുത്തരും പുറത്തു വന്നപ്പോൾ ഇപ്പോൾ പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതായത് നിലവിൽ ഈ രാജ്യസന്നദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ജില്ലാ അധ്യക്ഷനെ തെരഞ്ഞെടുത്തിലുള്ള അതൃപ്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ തങ്ങൾ കൃത്യമായി തന്നെ നിലവിൽ ഇപ്പോൾ പ്രതികരണം നടത്തുന്നില്ല. ഇപ്പോൾ ആദ്യഘട്ടം എന്ന രീതിയിൽ പാർട്ടിയുടെ ഫോറത്തിലായിരിക്കും അല്ലെങ്കിൽ പാർട്ടിയുടെ കമ്മിറ്റികൾക്ക് മുമ്പായിരിക്കും തങ്ങളുടെ അതൃപ്തി അറിയിക്കുക. അതിനുശേഷമായിരിക്കും മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകുക എന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. BJP സംസ്ഥാന ട്രഷറർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അവരെല്ലാം ഇപ്പോൾ യോഗത്തിന് ശേഷം മടങ്ങിയിരിക്കുന്ന കാഴ്ച നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധി പ്രവർത്തകർ ഈ മേഖലയിലേക്ക് എത്തിയിരുന്നു. ഇപ്പോഴും BJP ചില കൗൺസിലർമാർ ഇവിടെ തന്നെ തുടരുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ കാണുന്നത്. BJP പാലക്കാട് മുതിർന്ന നേതാവും അതുപോലെ തന്നെ BJP പാലക്കാട് നഗരസഭയിലെ കൗൺസിലർ കൂടിയായിട്ടുള്ള സാബു ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അതിനോടൊപ്പം തന്നെ നിരവധി പ്രവർത്തകരും ഈ മേഖലയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്.